ഗജേന്ദ്രമോക്ഷം എന്ന കഥ പറയണു. പണ്ട് ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡ അധിരാജ, പാണ്ഡ്യദേശത്തെ രാജാവായിട്ടുള്ള ഇന്ദ്രദ്യുമ്നൻ, അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. അങ്ങയുടെ ഭക്തനായിരുന്നു. ത്വൽസേവായ മഗ്നധീ, അങ്ങയെ ഭജിച്ചു കൊണ്ടിരിക്കുന്ന ആള്, അങ്ങയെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അഗസ്ത്യ മഹർഷി കയറി വന്ന്. ആ മഹർഷി വന്നതൊന്നും അറിഞ്ഞില്ല. മഗ്നധീരാലുലോകേ, അതിലങ്ങനെ മുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് പിന്നെ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ പിന്നെ അവിടെ വേറെ ലോകമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഗുരുനാഥൻ വന്നത് അറിഞ്ഞില്ല. ആനന്ദസ്വ അവസ്ഥയിലിരിക്കുന്ന ഇന്ദ്രദ്യുമ്നൻ. ഗുരുനാഥനോ തൻ്റെ ശിഷ്യനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയത്രേ. കാരണം ഇത്ര ഭഗവാനിൽ രമിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുക. പക്ഷേ ഉടനെ തോന്നി, ഇങ്ങനെ എത്ര കാലം ഇരിക്കും? നാരായണീയം തുടങ്ങിയപ്പോൾ തന്നെ ഭട്ടതിരിപ്പാട് എന്താ പറഞ്ഞു? 2ാമത്തെ ദശകത്തിൽ തന്നെ പറഞ്ഞു, ഈ ജ്ഞാനയോഗം ക്രിയായോഗം എന്നുള്ളതൊക്കെ വലിയ ദുഷ്കരാണ് അല്ലേ. ക്രിയായോഗം കർമ്മയോഗത്തിൽ പെട്ട് അങ്ങനെ ആ കർമ്മങ്ങൾ ചെയ്ത്, എങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം? നിഷ്കാമം നിയതസ്വധർമ്മചരണം 2ാമത്തെ ദശകത്തിൽ പറഞ്ഞു. ഇങ്ങനെ നിഷ്കാമമായിട്ട് കർമ്മങ്ങൾ ചെയ്യണം. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയോ എൻ്റെ പാപങ്ങളെ തീരാൻ, എൻ്റെ ജീവനെ ഉദ്ധരിക്കാൻ എന്നുള്ള ഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്ത് 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 മനഃശുദ്ധി വരണം. സാധാരണ കർമ്മങ്ങളൊക്കെ അതിനുള്ളതാണ്. നമ്മൾ ബന്ധിക്കാണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. എങ്ങനെ ബന്ധിക്കാണ്ട്? ഇത് ഞാൻ ചെയ്യണു എന്നൊരു അഭിമാനം ഉണ്ടാവാതിരിക്കണം. കർമ്മങ്ങളൊക്കെ എപ്പോഴും ഉള്ള പ്രത്യേകത അതാ. നമുക്ക് സാധിക്കുമോ? അല്ലേ? നമ്മൾ 4 നാമം ചൊല്ലി നമ്മളെന്താ പറയുക? അയ്യോ, ഞാൻ ദിവസം അമ്പലത്തിൽ പോയിട്ട് നാമം ചെല്ലാറുണ്ട് കേട്ടുവോ അല്ലേ. പിന്നെ നാരായണീയോ ഭാഗവതമൊക്കെ വായിക്കാൻ തുടങ്ങിയ പറയും വേണ്ട. അത് തെറ്റൊന്നുമല്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. ഇനിയിപ്പോൾ അതെന്തോ വലിയ നമ്മളെന്തോ ഒരു പോരായ്മയെന്നൊന്നും ഇരിക്കണ്ട. ബ്രഹ്മാവ് പറ്റിച്ച പണിയാ. രജോ ഗുണാപ്യധിക കർമ്മപരാ ദുഃഖേഷു സുഖമാനിന, അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചിരുന്നത് അല്ലേ. രജോ ഗുണ സ്വഭാവമുള്ളതായിട്ടാണ് നമ്മളെ ഉണ്ടാക്കിയിരുന്നത് തന്നെ. പിന്നെ കർമ്മപര, രജോ ഗുണത്തിൻ്റെ ഭാവം എന്താ? കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഈ രജോ ഗുണമുള്ളവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. നോക്കിയിട്ടുണ്ടോ? എന്താ, അവർക്ക് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണം, അവിടെ അത് ചെയ്യത് എന്തെങ്കിലും ചെയ്തു എന്നൊന്നുമല്ല. പക്ഷേ രാവിലെ അങ്ങോട്ട് തുടങ്ങി ഓടണം, അത് ചെയ്യണം. എന്തെങ്കിലും കുറേ അങ്ങോട്ട് അധ്വാനിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം വെറുതെ എന്ന് പറയും അല്ലേ. ഇന്നൊന്നും ഉണ്ടായില്ല. അപ്പം മഴ കേൾക്കണതാ, അയ്യോ ഈ മഴ പെയ്യോണ്ട് ഒരു വസ്തു ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം എന്താ മല മറക്കണേ ചോദിച്ചാൽ നിശ്ചയമൊന്നുമില്ല. രാവിലെ പുറപ്പെട്ട് ചാടി പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും കുറേ സഞ്ചിയിലാക്കിയിട്ട് വരും എന്ത് ദുഃഖങ്ങൾ അല്ലേ. വൈകുന്നേരം വരുമ്പോൾ എന്താവും? ക്ഷീണിച്ചെന്ന് എന്തൊക്കെ ടെൻഷനാ തലയിൽ വലിച്ചു കയറ്റി. എവിടെന്നാ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്? അവർ കാര്യമില്ലാത്ത സാധനങ്ങളാട്ടോ, നമുക്കൊരു ഭവിഷ്യമില്ല. അവരുടെയും ഇവരുടെയൊക്കെ ഈ കുശുമ്പും കുന്നായ്മൊക്കെ കേട്ടിട്ടേ ഇതൊക്കെ തലയിലാക്കി പോകുന്നവരൊക്കെ സാധാരണ ചെയ്യണത്. ഇന്നൊന്നും നടന്നില്ല, നശിച്ച ദിവസം എന്നൊക്കെ പറയും ഇല്ലേ. അങ്ങനെ കേട്ടിട്ടില്ലേ? ഇത് മനുഷ്യ സ്വഭാവ. കാരണം നമുക്ക് എന്തെങ്കിലും കുറേ അങ്ങോട്ട് ചെയ്താലേ ആവുള്ളൂ എന്നാ സാധാരണ എന്താ പറയുക, വെറുതെ ഇരിക്കാറാവുക വേണ്ടത് എന്നാണ് ഭക്തന്മാർ പറയുക. എന്താ വെറുതെ ഇരിക്കാറാവല്? ശരീരവും മനസ്സും വെറുതെ ഇരിക്കണം. നമ്മൾ വെറുതെ ഇരിക്കും, വയ്യാണ്ടയ്യാ പിന്നെ കിടക്കില്ല അല്ലേ. ഇപ്പം എല്ലാവരും വെറുതെ ഇരിക്കും. ഒരു മൊബൈൽ കയ്യിൽ കൊടുത്താൽ മതി, പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അല്ലേ. അനങ്ങില്ല, ഭക്ഷണം കൂടിയും വേണ്ടി വരില്ല. അങ്ങനെ വെറുതെ ഇരിക്കലല്ല. ശരീരവും മനസ്സും ബുദ്ധിയും, അന്ധകരണങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, 4 എണ്ണാണത്. ഇത് 4ഉം അടങ്ങാറാവണമെന്ന് വെച്ചാലോ. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കണ്ടോ? അപ്പം നോക്കിയാൽ അറിയാം മനസ്സ് എവിടേക്കാ പോയിരിക്കില്ലേ. നമ്മളിവിടെ ഇരിക്കണു എന്നൊക്കെ തന്നെ ഉള്ളൂ. മനമിങ്ങും മനമങ്ങും മിഴിയിങ്ങും, അത്രേ ഉള്ളൂ നമ്മുടെ അവസ്ഥ. നമ്മളെവിടെയെങ്കിലും ഇരുന്നാൽ അവിടെയാണോ? അവിടെ ഒന്നുമല്ല. ബുദ്ധി മനസ്സൊക്കെ ഏതൊക്കെയോ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും അല്ലാതെ ആ ശാന്തിയായിട്ട് ശരീരവും മനസ്സും ഒക്കെ അടങ്ങിയിരിക്കുന്ന അവസ്ഥ, ഇതിനെ വെറുതെ ഇരിക്കണം. ഇത് വേണമെങ്കിൽ സത്വഗുണം വേണത്രേ.
അതാണ് പറഞ്ഞത്. നമ്മൾ വെറുതെ ഇരിക്കണില്ല വെച്ചാൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രജോ ഗുണം വർദ്ധിച്ചവരാകുമ്പോൾ അങ്ങനെയാണ്. രജോ ഗുണത്തിൻ്റെ ഭാവ. തമോ ഗുണമാണെന്ന് വെച്ചാലോ ആലസ്യം, നിദ്ര, തന്ത്ര, ആലസ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് തമോ ഗുണത്തിൻ്റെ. അതാ ഞാൻ പരിഭ്രമിക്കാനില്ല, എന്ത് ചോദിച്ചാലും വേണ്ട, മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോളും, ഇല്ല എങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നോളൂ. ഇത്ര തമോ ഗുണത്തിൻ്റെ സ്വഭാവ. സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാലാണ് ഈ വെറുതെ ഇരിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ അത് സമാധാനം ഉണ്ടാവുള്ളൂ ബുദ്ധിക്കും മനസ്സിനും. അപ്പം അതില്ലാത്തോടത്ത സമയത്തൊക്കെ എന്ത് വരും? ഈ അഹങ്കാരത്തിൻ്റെ സ്വരൂപം വർദ്ധിച്ചു വരും. അഹങ്കാരത്തിൻ്റെ സ്വരൂപം പുറത്തേക്ക് പ്രകാശിക്കും, എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിൽ പ്രകാശിക്കും. അതാണ് ഞാൻ എന്ന ഭാവം. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇപ്പം ഞാൻ ചെയ്തു എന്ന് നമുക്ക് തോന്നാതിരിക്കില്ലോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ കുഴപ്പം? നമ്മളൊരു കാര്യം ചെയ്ത് നന്നായി എന്നിട്ട് നമുക്ക് തോന്നുക, ഇനി വേറെ ആൾ പറഞ്ഞാൽ പറയും വേണ്ട, അല്ലേ എവിടെ എത്തും നമ്മുടെ ഉയരം നിശ്ചയില്ല, നമുക്ക് തന്നെ ഗംഭീരമായിട്ടുണ്ട് തോന്നിയാൽ കഴിഞ്ഞു. ഇതിൻ്റെ ഫലം നമുക്കാണ് എപ്പോഴും. ഇതാണ് വ്യത്യാസം. ഇതുകൊണ്ടാണ് ഈ അഹങ്കാരം ഇല്ലാണ്ട്, അത് തന്നെയാണ് കായേന വാചാ മനസേന്ദ്രിയൈർവ, അത് നാരായണായേതി സമർപ്പയാമി അങ്ങനെ പറഞ്ഞിട്ടെല്ലാം ചെയ്യാൻ ഭാഗവത ധർമ്മം തന്നെ അങ്ങനെ പറയാം. എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും അത് ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കുക, എന്നാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. എന്നുവെച്ചാലോ അതിൻ്റെ ഫലവും ഭഗവാനത്തോട്ട് എനിക്ക് വേണ്ട. നല്ലതായാലും ചീത്തയായാലും അത് ഭഗവാൻ. ഞാനിതിനൊരു നിമിത്തം. നമ്മളെ അതിനിങ്ങനെ ആയിട്ടുള്ള അതിനാണ് നമ്മൾ ജന്മം എടുത്തത് തന്നെ. കഴിഞ്ഞ കുറേ ജന്മങ്ങളിൽ ഈ ഞാൻ എന്ന് വിചാരിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് സഞ്ചിയിലാക്കി കൊണ്ടുപോന്നിട്ടുണ്ട്. പ്രാരബ്ധം എന്ന് പറയണതല്ലേ, പ്രാക് ആരബ്ധം, പണ്ട് തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി തീർക്കാനാണ് അപ്പം ജന്മം എടുത്തുന്നത്. അതുകൊണ്ടാണ് ഭക്തന്മാർ പറയണത്, ഇപ്പം ചെയ്യുന്ന കർമ്മങ്ങളെങ്കിലും ഞാൻ ചെയ്തു എന്ന് അഭിമാനിക്കണ്ട. ഇത് ഈ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു കൊണ്ടുപോകണു. ഇതിൻ്റെ നല്ല ഫലമായാലും എനിക്ക് വേണ്ട, ചീത്തയിലും എനിക്ക് വേണ്ട. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്താറാവണത്ര പറ്റുമോ? നാമം ചൊല്ലുണ്ട സന്ധ്യാകുമ്പോൾ അതിൻ്റെ ഫലം എന്താ വെച്ചാൽ ഭഗവത്ത്തോട്ട് എനിക്ക് വേണ്ട പറഞ്ഞാൽ പറ്റുമോ? അന്നിട്ടില്ല അല്ലേ. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പിന്നെ അതിൻ്റെ ഫലം ഭഗവാന് കൊടുക്കാൻ പറ്റുമോ? ആ പരിപാടിയൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആവാറാവുക. ഈ ഭാവം, അതാണ് ഈ രജോ ഗുണത്തിൻ്റെ സ്വഭാവം. നമ്മൾ വെറുതെ ഇരിക്കാറാവില്ല. ഇങ്ങനെ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ നാമം ചെല്ലുന്ന കഥയപ്പോൾ പറഞ്ഞുള്ളൂ. വലിയ വലിയ യാഗങ്ങൾ, പൂജകൾ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും എൻ്റെ എന്ന ഭാവമില്ലാതെ ചെയ്യാൻ പറ്റുമോ? വിഷമം. അപ്പോൾ പട്ടേരിപ്പാട് അതാ പറഞ്ഞേ, നിഷ്കാമം നിയതസ്വധർമ്മ. അവനവൻ്റെ കർമ്മം നിഷ്കാമമായിട്ട് ഒന്നും ആഗ്രഹിക്കാണ്ട് ഒരു അവനവൻ്റെ ധർമ്മമായിട്ട് ചെയ്യാറാവുക. അത് വലിയ വിഷമമാണ്. എന്നിട്ട് വേണം ഈ ജ്ഞാനം മനസ്സിലുറച്ച്. ഇതിപ്പോൾ നമുക്ക് മൈക്കിൽ പറയാൻ പറ്റിയിരുന്നിട്ടല്ലേ, ഞാൻ ഉറച്ചിട്ടാ പറയണേ. ഞാൻ ഉറച്ചിട്ടൊന്നുമല്ല, പിന്നെയും വരും എൻ്റെ എന്നുള്ള അഭിമാനേ. മൈക്കിലൊക്കെ വിളിച്ചു പറയാം. ഇത് മനസ്സിൽ ബോധ്യമാവണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഭഗവാന്റെ തത്വത്തിനെ കുറിച്ച് അറിയാറാവണേ, ഭഗവാൻ എന്താണെന്നറിയാറാവണേ. അത് മനസ്സിൽ ബോധ്യമാവുന്നൊരു സന്ദർഭം. അങ്ങനെ വരുമ്പോഴാണ് ഭക്തി ഉറച്ചു വരുന്നത്. അപ്പോൾ എവിടെ എത്തി? ആദ്യം തന്നെ ഭക്തി, അവസാനം ഭക്തിയിലേക്ക് തന്നെ എത്തിച്ചേർ. ജ്ഞാനയോഗവും കർമ്മയോഗവും ഒക്കെ ഭക്തി യോഗത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് ഭട്ടേരിപ്പാട് ആദ്യമേ പ്രാർത്ഥിച്ചത്, അങ്ങയുടെ സുന്ദരമായിട്ടുള്ള ഈ രൂപത്തിൽ എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണേ. അതിലങ്ങനെ ഇരുന്ന് രമിക്കാൻ. ധന്യാരമന്തേ, അങ്ങനെ അതിലിരുന്ന് രമിക്കാൻ സാധിക്കണം. ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സൂര്യസ്പർദ്ധ കിരീടമൂർധ്വതുലക പ്രോത്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. അത്യത്ഭുതമായിട്ടുള്ള ഈ രൂപം, മാധുര്യധുര്യാദപി, മധുരത്തിനേക്കാൾ മധുരമുള്ളത്. കാന്തം കാന്തി നിധാനതോപി, അല്ലെ, സൗന്ദര്യോത്തര. ഇനി എന്തൊക്കെയാ പറയണ്ടേ നിശ്ചയില്ല. സമ്മോഹനാത് മോഹനം, മോഹിപ്പിക്കണേക്കാളും അങ്ങനെ ഒരു വസ്തു ഉണ്ടാവുമോ? അതുണ്ടാവുമോ? സൗന്ദര്യത്തിനേക്കാൾ സുന്ദരൻ. പിന്നെ അതിനല്ലേ സൗന്ദര്യം എന്ന് പറയണ്ടേ. ഇങ്ങനെ ഭട്ടേരിപ്പാടിനും കൂടിയും വാക്ക് കിട്ടാതെയായ സ്വരൂപാണ് ഭഗവാന്റെ ഈ അവതാരം.
ആകെ കൂടെയൊക്കെ ഒന്ന് വർണ്ണിച്ചു. സൂര്യശോഭയുള്ള കിരീടം, മകരകുണ്ടലങ്ങളുടെ ശോഭ കവിൾത്തടത്തിൽ തിളങ്ങണു. ആ മുടി ഇങ്ങനെ ഭഗവാന്റെ ചുരുണ്ട കോമളമായിട്ടുള്ള ആ മുടിയിഴകള് നെറ്റിത്തടത്തിൽ വീണ് കിടക്കണു. അവിടെ സുന്ദരമായിട്ടുള്ള ഗോപിക്കുറി, താമര കണ്ണുകള്, അതും കാരുണ്യാകുലം. ആ ഭക്തന്മാരെ ഇങ്ങനെ കാണുമ്പോ കണ്ട ആർദ്രം, കണ്ണിങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുക അത്ര ഭഗവാന്റെ. എങ്ങനെയാ? ആനന്ദാശ്രു കൊണ്ട്. തൻ്റെ ഭക്തന്മാരെ കാണുമ്പോൾ മാത്രമേ പ്രീതോവ്യമുഞ്ചത ബിന്ദുന്നേത്രാഭ്യാം പുഷ്കരേക്ഷണ പറഞ്ഞില്ലേ? സുധാമാവിനെ കണ്ടപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇങ്ങനെ ഈ ഭഗവാന്റെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകണുള്ളൂ. കൃഷ്ണാവതാരത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നതാം ഭഗവാൻ കരഞ്ഞിട്ടില്ല, നിറഞ്ഞൊഴുകി. കണ്ണ് നിറഞ്ഞതൊക്കെ ആനന്ദാശ്രു കൊണ്ട്. എങ്ങനെയാ? തൻ്റെ ഭക്തനോടുള്ള കാരുണ്യാകുലനേത്രം. ആ കാരുണ്യം കൊണ്ട് നിറഞ്ഞൊഴുകണ കണ്ണുകൾ. ഇതാണത്ര കണ്ണിൻ്റെ മാഹാത്മ്യം. തൻ്റെ കുലത്തിലെ തൻ്റെ മക്കളും കൂടിയും പരസ്പരം വെട്ടി മരിക്കുമ്പോൾ ഭഗവാൻ ഒരു ചലനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഭക്തന്മാരെ കാണുമ്പോൾ, അവർക്ക് തന്നോടുള്ള സ്നേഹത്തിനെ കാണുമ്പോൾ ആ ഭഗവാന്റെ കണ്ണുകൾ അങ്ങനെ കാരുണ്യാകുലമായിട്ടുള്ള സുന്ദര നേത്രങ്ങൾ, പീതാംബരപ്പട്ട്, പൊന്നരഞ്ഞാണം, പൊന്നിൻ കിങ്ങിണി, കഴുത്തിലുള്ള കൗസ്തുഭമണി, രത്നമാലകൾ, മുത്തുമാലകൾ, തോൾവളകൾ, കൈവളകൾ, ഇങ്ങനെയൊക്കെയുള്ള ഈ സുന്ദര രൂപം ഇതിനെ ഇനി എങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് വെച്ചില്ല. സമ്മോഹനാത് മോഹനം. മോഹിപ്പിക്കുന്ന വസ്തുക്കൾ ഈ ലോകത്തെ എന്താ ഉള്ളത് വെച്ചാൽ ഓരോരുത്തരും ഓരോന്നാ പറയുക അല്ലേ. എന്താ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു വസ്തു ഇഷ്ടാവുമോ? ഇല്ല. ഓരോരുത്തരും ഓരോ ഇഷ്ടാവില്ലേ? ഏറ്റവും നല്ല സാധനം ലോകത്ത് എന്താ ചോദിച്ചാൽ ഒരാളൊന്ന് പറഞ്ഞു, വേറൊരാളൊന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വസ്തു എന്തേ ഉള്ളൂ? അതാണ് ഈ ഭഗവാൻ. അതാണ് സമ്മോഹനാത് മോഹനം. ഭട്ടതിരിപ്പാട് പോലും വാക്കുകൾ കിട്ടാതെ പോയിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ഭഗവാനെ, എൻ്റെ ഉണ്ണിക്കണ്ണ, അങ്ങയുടെ ഈ സുന്ദര രൂപത്തിൽ എനിക്ക് രമിക്കാറാക്കി തരണേ. അതിനുള്ള ഭക്തിയെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചത്. ഇവിടെ ഈ ഇന്ദ്രദ്യുമ്നനെ കണ്ടപ്പോഴും അതാ തോന്നിയത്. എന്തൊരു ഭാഗ്യവാനാ! ഒന്നും അറിയാണ്ട് തന്നെ തന്നെ മറന്ന് ഈ ഭഗവാനിൽ രമിച്ചിരിക്കണു. പക്ഷേ ഇങ്ങനെ ഇരുന്നാൽ പോരാ തോന്നി. നമ്മൾ പറയും പണ്ട് അഗസ്ത്യസ്യ ശാപാൽ, ഇങ്ങനെ തുടങ്ങാല്ലേ ഗജേന്ദ്രമോക്ഷം. ശാപം എന്നൊക്കെയാ പറയണത്. അങ്ങനെയാണ് ഈ മഹർഷിമാരുടെയൊക്കെ ശാപം എന്നുള്ളത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ശാപങ്ങളായിരിക്കും. ഇവിടെയും അത് തന്നെ. ഇവിടെ ഇന്ന് കണ്ടപ്പോഴോ അദ്ദേഹത്തിന് തീരെ ഇഷ്ടായില്ല. അഗസ്ത്യന് അങ്ങോട്ട് കോപിച്ചു. എന്നിട്ടോ, ഞാൻ വന്നിട്ട് എന്നെ ബഹുമാനിക്കാതിരിക്കണം നീ, ഇതേപോലെ തന്നെ സ്തംഭിച്ചു പോണ പോലെ ആനയായിട്ട് പോട്ടെ എന്ന്. സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം, നീ ആനയാവട്ടെ എന്ന് വെച്ചാൽ ആനയ്ക്ക് ഇങ്ങനെയല്ലേ, അവനവൻ്റെ വലിപ്പം അറിയില്ല, തൻ്റെ ഒന്നും അറിയാത്ത അങ്ങനെ ഒരു ശാപാണ് കൊടുത്തത്. ആ ഇന്ദ്രദ്യുമ്നനാണ് പിന്നീട് അതിഗംഭീരനായിട്ടുള്ള ഒരു ആന ആ ത്രികൂട പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ആ വനത്തില് രമിച്ച് മതിച്ച് നടക്കണു. അവിടെ 1-ാം നമ്പറായി. ഇത്ര എന്ന് വെച്ചാലോ ആ കാട്ടിലെ രാജാവായി. അതുകൊണ്ട് ഗജേന്ദ്രൻ എന്ന് വിളിച്ചു. ഭട്ടതിരിപ്പാടിന് അപ്പോൾ സംശയമൊന്നുമില്ല. ത്വൽഭക്താനാം കുത്രനോൽക്കരുഷലാഭാം. എങ്ങനെ ഇപ്പോൾ ഒരു ആന കാട്ടിൽ കേമനായി ചോദിച്ചാൽ അങ്ങയുടെ ഭക്തന്മാര് അവിടെ എവിടെ പോയാലും 1-ാം നമ്പറാവും, സംശയമില്ല. ഉത്തമൻ ആരാ ചോദിച്ചാൽ അങ്ങയുടെ ഭക്തന്മാർ. അവരേത് വേഷത്തിലായിക്കോട്ടെ, ഏത് രൂപത്തിലായാലും ത്വൽഭക്താനാം കുത്രനോൽക്കരുഷലാഭ. അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയെങ്കിലും ഒരു ഉത്കർഷം ഇല്ലാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ ഈ വനത്തിൽ ഗജേന്ദ്രൻ ആയിക്കൊണ്ട് ഈ ആന വിലസിക്കൊണ്ട് നടക്കണു. പിടിയാനകളും കുട്ടിയാനകളും ഒക്കെ ആയിട്ട്. അങ്ങനെയുള്ള കാലത്താണ് അതിഗംഭീരമായിട്ടുള്ള ഒരു വരൾച്ച. വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടായി. ആ സമയത്ത് ആ പർവ്വതത്തിൻ്റെ ചെരുവിൽ താമരപ്പൊയ്കയിൽ ഋതുമത്ത് എന്ന് പറയുന്ന ആ വരുണൻ്റെ ഉദ്യാനത്തിൽ താമരപ്പൊയ്ക, ആ താമരപ്പൂവിൻ്റെ ഗന്ധം കിട്ടിയതായിട്ടുള്ള ഗജേന്ദ്രൻ മറ്റാനകളോട് കൂടി ആ പൊയ്കയിലെത്തണു. വെള്ളം കണ്ടതോടുകൂടി പിന്നെന്തായി? എല്ലാം മറന്നു. ശൈലപ്രാന്തേ ഘർമ്മതാന്തസരസ്യാം യൂഥൈ സാർദ്ധം ത്വത്പ്രണുന്നോഭിരേമേ. അങ്ങയുടെ
പ്രേരണ കൊണ്ട്, ഇതുകൊണ്ടാണ് നേരത്തെ അഗസ്ത്യ ശപിച്ചതല്ല എന്ന് പറഞ്ഞ് ഭട്ടേരിപ്പാട് ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങ് ആ ആനയെ എൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടോ, പിന്നെ എല്ലാം മറന്ന് യൂഥൈസാർത്ഥം ആ പിടിയാനകളോടും കുട്ടിയാനകളോടും കൂടി അവിടെ അങ്ങനെ മതിച്ച് കളിച്ചു തുടങ്ങി. ഇങ്ങനെ കളിച്ചുകൊണ്ടിൻ്റെ ഇടയ്ക്കാണ് ആ തടാകത്തിലുള്ള മറ്റൊരു ഗന്ധർവൻ, ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായി തീർന്നിട്ടുണ്ടായിരുന്നു. ആ ഗന്ധർവൻ്റെ ഒരു ഹോബി എന്താ ചോദിച്ചാലോ, ഈ പുഴയിൽ കുളിക്കാൻ വരുന്നവരെ മുങ്ങിപ്പോയിട്ട് കാല് പിടിച്ച് വലിക്കുക. പേടിപ്പെടുത്തല്ലേ? ഓരോരുത്തർക്കും ഓരോരോ വിനോദമാവുമല്ലോ. ഇയാൾക്ക് ഇതായിരുന്നു വിനോദം. വരണവരങ്ങനെ ആരെങ്കിലും മുങ്ങിയ ഇയാൾ അപ്പുറത്ത് മുങ്ങി വന്ന് കാല് പിടിച്ച് വലിക്കുക. നന്നായില്ലേ, മുതല പിടിച്ചു എന്നും വിചാരിച്ച ആൾക്കാർ പേടിച്ച് ഇങ്ങനെ ഓടണണ്ടാ ചിരിക്കുക. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ഇല്ലേ, എന്തായിട്ടും കാര്യം എന്നില്ല. മറ്റോൻ്റെ ദുരിതത്തിൽ ഇങ്ങനെ വിഷമിച്ചാൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരാൾ കുഴിയിൽ വീണാൽ നമ്മൾ ഇവിടെ നിന്ന് ചിരിക്കില്ലേ? നമ്മളാ വീണാച്ചാൽ ചിരിക്കുവോ? ഇല്ല. വേറൊരാൾ വീണാൽ നമുക്ക് കാണാൻ ഒരു രസമല്ലേ? മറ്റൊരുത്തിന് അപകടം. അങ്ങനെ ചില ആൾക്കാരും ഉണ്ടെന്ന് വെച്ചോളൂ. ഈ ഗന്ധർവനും അതായിരുന്നു ഹോബി. ഇങ്ങനെ കാല് പിടിക്കണതിൻ്റെ ഇടയിൽ കൂടി ആ ദേവല മഹർഷി കുളിക്കാൻ വന്ന ശിഷ്യന്മാരോട് കൂടി ദേവല മഹർഷി നദിയിലൊക്കെ ഇറങ്ങി മുങ്ങി. അപ്പോഴേക്കും ഇയാൾ മുങ്ങി വന്നു, കാല് പിടിച്ചു. മഹർഷി പേടിച്ച് കരയ്ക്ക് കയറി നോക്കുമ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് ചിരിക്കണത്. ഇതാ പണി, എന്നാ പിന്നെ അതന്നെ ആയിട്ട് കിടന്നോട്ടെ, ശപിച്ചു. മുതലായിട്ട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ശാപം കിട്ടിയപ്പോഴാണ് ആ വേണ്ടാത്ത പണിയാ ചെയ്ത് അബദ്ധായി മഹർഷിയുടെ കാലിക്കൽ വീണു. ശാപമോക്ഷം വേണം, നമസ്കരിച്ചു. മഹർഷി പറഞ്ഞു, ഇനിയിപ്പം ഞാൻ വിചാരിച്ച വഴിയൊന്നുമില്ല, ഇനിയിപ്പോൾ എന്തേ പറ്റൂ? ഭക്തന്മാരെ ആശ്രയിക്കുക. എന്ത് ആപത്തിൽ പെട്ടാലും നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നവരായി സജ്ജനങ്ങളെ, ഭക്തന്മാര്. അതുകൊണ്ടാണ് ഭാഗവതായാലും ഈ നാരായണീയായാലും ഒക്കെ ആദ്യം മുതൽ പറയും സജ്ജനങ്ങളെ ആശ്രയിക്കൂ, സജ്ജനങ്ങളെ ആശ്രയിക്കൂ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇത് മാത്രമേ വഴിയുള്ളൂ അല്ലേ? നമ്മളൊക്കെ അങ്ങനെ ശാപം കിട്ടിപ്പോന്നവരല്ലേ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം അല്ലേ? നമ്മുടെ കാലുമ്പലാ മുതല പിടിച്ചെന്നാ പറഞ്ഞു. എന്ത് മുതല? കർമ്മമാകുന്ന മുതല. ഇത് പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഗജേന്ദ്രനും അങ്ങനെ ഉണ്ടായി, അറിഞ്ഞൊന്നുമില്ല. എന്തേ? നമ്മുടെ ശക്തിയും കൊണ്ടേ. അതിശക്തനായിട്ടുള്ള ആന ആയതുകൊണ്ട് ഒരു മുതല കാലിൽ കടിച്ചപ്പോൾ ഒന്നും അറിഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് തടയുണ്ട് തോന്നി. കാലൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി. കാല് കുടഞ്ഞിട്ടും ഈ പിടുത്തം വിടണില്ല. അങ്ങനെയുള്ള ഈ ഗന്ധർവൻ, ഹൂഹു മുതലയായിട്ട് കിടക്കണ ഗന്ധർവൻ, ഗജേന്ദ്രന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കാല് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ സംശയം. ശക്തിയായിട്ട് കുടഞ്ഞു നോക്കി, ഇല്ല. കാലെടുക്കാൻ പറ്റാത്ത അവസ്ഥ. കൂടെയുള്ള പിടിയാനകളെയും കുട്ടിയാനകളെയും കൊമ്പനാനകളെയൊക്കെ വിളിച്ചു. അവരൊക്കെ കുറേ പിടിച്ചു നോക്കി, സാധിക്കണില്ല. തീർച്ചയായും അവരെല്ലാവരും പതുക്കെ കരയത്ത് കയറി നോക്കി നിൽക്കുകയും ഇപ്പം എന്തായി? താൻ മാത്രമായി. ബോധ്യായി മറ്റുള്ള ഒരാൾക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനി എന്നെ രക്ഷിക്കാൻ സാധിക്കണ ആര് മാത്രമേ ഉള്ളൂ? ഈ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മളൊക്കെ അറിയേണ്ടത്. നമ്മളറിയാണ്ടപ്പോൾ നമ്മുടെയൊക്കെ കാലിൽ കടിച്ചിട്ടുണ്ടല്ലേ മുതല? കടിച്ച് കിടക്കന്നെ. ജനിച്ച അന്ന് കടിക്കത്രയത് എന്ത്? മരണം. അതെങ്ങനെയായാലും നമ്മളെ കൊണ്ടുപോകും. പക്ഷേ നമ്മൾ അറിയണത് എപ്പോഴേ ഉള്ളൂ? നീക്കാൻ വയ്യാതെ കിടക്കണ സമയത്ത്. അപ്പോഴാണ് ആൾക്കാർക്ക് വിരക്തിയൊക്കെ വരിക അല്ലേ? വരണവരൊക്കെ ഉപദേശിക്കും അല്ലേ, ഇങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ ആവരുതിട്ടോ, ഇങ്ങനെ ആവരുതിട്ടോ, അവനതിലും വലിയ കൊള്ളരുതായ ചെയ്ത് നടന്നവനാട്ടോ അല്ലേ? എന്നാൽ അത് കണ്ട് ഒരാളുടെ അവസ്ഥ കണ്ടാൽ നമ്മൾ പഠിക്കുമോ? എനിക്കതില്ല, ഞാൻ കേമനാണേ, അതുകൊണ്ട് എനിക്കത് ബാധിക്കില്ല, അവർക്കേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഭാവത്തിലാണ് ഓരോരും നമ്മൾ ജീവിച്ചു പോണേ. നമുക്കൊക്കെ ഈ ആരോഗ്യമുള്ള കാലത്ത് പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ തന്നെ എന്താ നല്ല പ്രായത്തിൽ തുടങ്ങണം ഭഗവത് ഭജനം. കൗമാര ആചര്യപ്രാജ്ഞോ ധർമാൻ ഭഗവതാനിഹ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. കാരണം ദുർലഭം മാനുഷം ജന്മം തദാപ്യധ്രുവമർത്ഥതും. ഇത് അധ്രുവല്ലേ? വല്ല ഉറപ്പുണ്ടോ അതിന്? വല്ല ബോധ്യമുണ്ടോ? എന്നാ തീരണേന്ന് തന്നെ നിശ്ചയില്ലാത്ത ജന്മം നമ്മുടെ. ഒരു ഉറപ്പുമില്ലാത്ത ഈ ജന്മം. പക്ഷേ ദുർലഭം, ശ്രേഷ്ഠമായിട്ട് തരണ ഭഗവാൻ തരണ.
ദേവീഭാഗവത്തിലൊക്കെ 81 ലക്ഷത്തോളം ജന്മം സ്പീഷീസിൽ ജനിച്ച് മരിച്ചിട്ടാണത്രേ മനുഷ്യജന്മം കിട്ടുക. അപ്പോൾ നമ്മളൊക്കെ എത്ര കാലമായി എന്ന് ആലോചിച്ച് നോക്കൂ. 16 കാലോ 8 കാലോ 4 കാലോ ഒക്കെ കഴിഞ്ഞിട്ടാ അപ്പം 2 കാലിൽ വന്നിട്ടത്. ഇത്ര കാലത്തിലേക്ക് എത്താൻ എത്രയാ കഷ്ടപ്പെട്ടെന്ന് നിശ്ചയില്ല. അതൊക്കെ കഴിഞ്ഞ് ഏതൊക്കെയോ ജന്മങ്ങളിലെ പുണ്യഫലമായിട്ട് വന്നത് കിട്ടിയതായി മനുഷ്യജന്മം. എങ്ങനെയാ ഇത് ശ്രേഷ്ഠമായത്? നമ്മളൊക്കെ പറയില്ലേ, മൃഗങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ മുഖത്തിനൊരു ചുളിപ്പ് വരില്ലേ, അയ്യേ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ശ്രേഷ്ഠല്ല. എത്ര ഗംഭീരാണെങ്കിലും ഇതിനൊക്കെ കാണാൻ സൗന്ദര്യം എന്നൊക്കെ പറയും. പക്ഷെ അതിന് വല്ല ശ്രേഷ്ഠതയുണ്ടോ? ഇല്ല. മനുഷ്യനാണ് ശ്രേഷ്ഠം എന്ന് പറയുള്ളൂ. കാരണം എന്താ? മനുഷ്യന് മാത്രമേ ഈ നാവ് കൊണ്ട് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാമം ജപിക്കാൻ നമുക്കേ പറ്റൂ. ആരൊക്കെ നാവില്ലാത്ത ഈ ലോകത്ത്? ഇല്ലേ? എല്ലാ ജന്തുക്കൾക്കും നാവുണ്ട്. ഭഗവാനെ കാണാൻ ആർക്കേ സാധിക്കുള്ളൂ? എല്ലാ ജന്തുക്കൾക്കും കണ്ണുകളുണ്ട്. നമുക്കല്ലേ ഉള്ളൂ. ബ്രഹ്മാവലോകധീഷണാം, ഇതാണ് മനുഷ്യന്റെ വിശേഷണം. ബ്രഹ്മത്തിനെ കണ്ട് അറിയാനുള്ള ബുദ്ധിയുണ്ട്. മറ്റു ജന്തുക്കൾക്കൊക്കെയാ ഒന്നിനെയും കണ്ട തിരിച്ചറിയാൻ പറ്റില്ല. ആകെ കൂടി അവനവൻ്റെ ഭക്ഷണം തിരിച്ചറിയും. അതെങ്ങനെ? ഘ്രാണജ്ഞ ഹൃദ്യവേദിന, മണത്ത് നോക്കണം അല്ലേ? മൃഗങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷികളൊക്കെ അവനവൻ്റെ ഭക്ഷണം വെച്ചാലോ മണത്ത് നോക്കിയാലേ അറിയുള്ളൂ. നമുക്കത് വേണോ? ആന്നല്ല, എന്നാലും ചിലവരല്ലോ അല്ലേ, മണത്ത് നോക്കണം. ജാതികളൊക്കെ ഉണ്ട് ഭക്ഷണം കൊടുത്ത ആദ്യം തന്നെ ഇല്ല. പക്ഷേ സ്വതേ മനുഷ്യനെ അങ്ങനെ വേണ്ടാന്നാണ് വെപ്പ്. കണ്ടാൽ മനസ്സിലാവും, തിരിച്ചറിയാനുള്ള ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട്, ബ്രഹ്മാവ് എന്നൊക്കെയാണ്. അപ്പം ഇതിലൊക്കെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ എല്ലാ പക്ഷി മൃഗാദികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ചെയ്യാൻ സാധിക്കുന്നത് മനുഷ്യജന്മത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദുർലഭം മാനുഷം ജന്മം, ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദുർലഭമായിട്ടുള്ള ജന്മം എന്നൊക്കെ പറയണത് അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഭഗവാനെ ഭജിക്കുക. അതിന് സാധിക്കാതെ എൻ്റെ ഞാൻ എന്ന 2 ഭാവത്തിൽ അഹങ്കാരം കൊണ്ട് നമ്മൾ ആരോഗ്യമുള്ള കാലത്തൊക്കെ എനിക്കിതൊന്നുമില്ല എന്നും പറഞ്ഞ് ഓടിച്ചാടി നടക്കുക. അവസാനം വയ്യാത്ത കാലത്ത് ഭഗവാനെ നാമം ചെല്ലാൻ പോലും പറ്റില്ല. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണം. ഒന്നിനും ബോധമില്ല, മിണ്ടാൻ വയ്യ, ശരീരം തളർന്നു, നാവ് കുഴഞ്ഞു, ഇങ്ങനെയൊക്കെ ഏത് കാലത്തിലാണ് ഏത് അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉണ്ടാവുക വല്ല ബോധ്യമുണ്ടോ? എത്രയോ നമ്മൾ കണ്ടു. ഇതൊന്നും എവിടെ നിന്ന് എടുത്ത് പറയല്ല, നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിത്യം കാണുന്ന ജീവിതങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ഉറപ്പുള്ളതാ. ഇനി നമ്മുടെ അവസ്ഥ എന്താണെന്നറിയില്ല. ബോധമില്ലാണ്ട് എത്രയോ കാലം കിടക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണുന്നു. അപ്പം ആ അവസ്ഥയിലെത്തിയിട്ട് പിന്നെ നാമം ചൊല്ലൽ സാധിക്കുമോ? ഇല്ല. പിന്നെയും അടുത്ത ജന്മം ഇതുപോലെ എന്തെങ്കിലും ദുരിതങ്ങളുമായിട്ട്. അതുകൊണ്ടാണ് പറയണത്, ഈ നല്ല കാലത്തിൽ ഇവിടെ ആ സന്ദർഭത്തിലൊക്കെ നമ്മളെന്താ വിചാരിക്കണത്? അവർ രക്ഷിക്കും, ഇവർ രക്ഷിക്കും, എൻ്റെ കൂടെ ഇവരുണ്ടല്ലേ, ഇത്ര ആൾക്കാരെ കണക്കാക്കിയിട്ടാണ് നമ്മൾ നിൽക്കണേ. ഇവിടെ ഈ ആനയ്ക്കും അതന്നെയായിരുന്നു ധൈര്യം. മറ്റുള്ള കൊമ്പനാനകൾ ശക്തന്മാർ കൂടണ്ട്, പിടിയാനകളുണ്ട്, കുട്ടിയാനകളുണ്ട്. പക്ഷെ ഇവരൊക്കെ എത്ര വരെയുള്ളൂ? നമ്മൾ തളരുന്നത് വരെ മാത്രമേ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. ഈ ആനകളൊക്കെ കരയ്ക്ക് കയറിയപ്പോഴാണ് ബോധ്യമായത്, നമാമിമേ ജ്ഞാതയ ആതുരം ഗജാം, എന്നെ രക്ഷിക്കാൻ ഈ ആനകളൊക്കെ ഒന്നും സാധിക്കില്ല എന്ന് ബോധ്യായി. അപ്പോഴാണ് ഭഗവാന്റെ പ്രാഗ്ജന്മന്യനുശിക്ഷിതം. ഗജേന്ദ്രനൊരു ഭാഗ്യം ഉണ്ടായത് എന്താ? കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം അനവധി ഉണ്ടായിരുന്നു. ഈ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ സേവിച്ച പുണ്യം നമുക്കൊക്കെ എന്താ ഉള്ളത് നിശ്ചയുണ്ടോ? ഒന്നും അറിയില്ല. പക്ഷേ ഗജേന്ദ്രൻ ആ ഭാഗ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഭഗവാനെ വേണ്ട സമയത്ത് വിളിക്കാൻ തോന്നി, ആപത്തിൽ പെട്ടെപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നി. ആ ഭഗവാനെ അതിമനോഹരമായിട്ട് ആ ഗജേന്ദ്രൻ അവിടെ നിന്ന് സ്തുതിക്കുന്നു.
ഗണ്ഡോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ. എങ്ങനെയാ സ്തുതിച്ച്? തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആ താമരപ്പൊയ്കയിൽ നിന്നും താമരപ്പൂക്കൾ പറിച്ച് അതിങ്ങനെ അർച്ചിച്ചുകൊണ്ടാണ് ആർത്തിവ്യക്ത പ്രാക്തനജ്ഞാന ഭക്തി. ആ ദുഃഖ സമയത്തെങ്കിലും ഭഗവാൻ പതിതസ്കലിതശ്ചാർത്തക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈർലേ. ഇതാണ് പറയണത്. ആ നിങ്ങളെ എപ്പോഴും ഇനി വിളിക്കാൻ സാധിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴെങ്കിലും ആർത്തനായിട്ടോ എവിടെയെങ്കിലും വീണ അധപ്പതിച്ച് കിടക്കുന്ന സന്ദർഭത്തിലോ എപ്പോൾ വേണമെങ്കിലും ഹരേന്നൊരു വിളിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മുച്യതേ സർവപാതകാത്മാതി. അത്രേ വേണ്ട ഭഗവാനാണ്. ഇവിടെ ഗജേന്ദ്രനും ആ താമരപ്പൊയ്കയിൽ താമരപുഷ്പങ്ങൾ അറുത്ത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ സ്തുതിച്ചു. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാത് താർക്ഷ്യാരൂഢം പ്രേക്ഷിതോ ഭൂ പുരസ്താദ്. ഈ ഗജേന്ദ്രന്റെ സ്തുതി സകല ദേവതകളും കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്ന സ്ത്രീ, എന്ന ഷണ്ടോ, എന്ന പുമാൻ, എന്ന ജന്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്തുതിയും. അപ്പോൾ ഇവിടെ സ്ത്രീയല്ല, പുരുഷനുമല്ല, ജന്തുവല്ല, ദേവനുമല്ല, അസുരനുമല്ല, ഇങ്ങനെയുള്ള ഏത് ചൈതന്യ? ബ്രഹ്മചൈതന്യമായിട്ടുള്ള ആ ശക്തിയെ ഗജേന്ദ്ര സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സ്തുതി കേട്ടപ്പോൾ എല്ലാവരും വന്ന് നോക്കി, പക്ഷെ എന്നെ അല്ല വിളിക്കണേ. ബ്രഹ്മാവ് നോക്കി, എന്നെ അല്ല. കാരണം എന്താ? ഇതൊക്കെ ഞാൻ എന്നിരിക്കുമ്പോൾ എന്നെയല്ല, ഞാൻ ബ്രഹ്മാവ് എന്ന് വെച്ചാൽ എന്തായി? ഞാനെന്ന ബോധം. ആ ബോധമുള്ളത് രൂപത്തിനാണ്. ഇതിനൊക്കെ ആ നാമങ്ങളൊക്കെ രൂപങ്ങളൊക്കെ ഒക്കെ അതീതമായിട്ടുള്ള ബ്രഹ്മചൈതന്യത്തിനെ ഗജേന്ദ്ര സ്തുതിച്ചത്. ഇതിൽ സർവസ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാൻ താർക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താദ്. ആ ഗരുഡന്റെ പുറത്ത് കയറി എങ്ങനെയാ? ഭൂരികാരുണ്യവേഗാത്. ഭഗവാൻ ഈ സ്തുതിയൊക്കെ അങ്ങനെ കേട്ടിരുന്ന് സത്യത്തിൽ സമയം പോയത് അറിഞ്ഞില്ല. അത്ര നല്ല സുന്ദരമായിട്ടുള്ള സ്തുതി. കാരണം ഇത്ര മനോഹരമായിട്ട് വേദസ്തുതികൾ പോലെ ഗജേന്ദ്ര സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ രക്ഷിക്കണ കാര്യം മറന്നു. അവസാനാണ് അല്ല ഗജേന്ദ്രൻ മുങ്ങി തുടങ്ങി. അവസാനത്തെ ഒരു താമരപ്പൂ ഇനി ബാക്കിയുള്ള തുമ്പിക്കൈൻ്റെ അറ്റം മാത്രമേ കാണാവുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പരിഭ്രമിച്ച് ചാടി എണീറ്റു ഗരുഡൻ്റെ പുറത്ത് കയറി. ഗരുഡനൊന്നും വേഗം പോരാന്ന് തോന്നി. അപ്പോൾ കുറച്ച് പതുക്കെയാണോന്ന്. പിന്നെ തൻ്റെ കാരുണ്യവേഗാ, തൻ്റെ കാരുണ്യം മുഴുവൻ അങ്ങോട്ട് ചേർത്തു. ആ വേഗം കൂടി ചേർത്ത് ആ തടാകക്കരയിൽ അങ്ങോട്ട് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴോ മുതലേ കടിച്ചു നിൽക്കണ ആനയെ കണ്ടു. തൻ്റെ ചക്രായുധം കൊണ്ട് ഹസ്തീന്ദ്രം തം ഹസ്തപദ്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വൃദാരീം ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വത്സാരൂപ്യം പ്രാപ്യ ദീപ്യതേ സ്മാം. ആ ചക്രായുധം കൊണ്ട് ആദ്യം ഗരുഡ ആ മുതലയ്ക്ക് അങ്ങോട്ട് മുക്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ടോ തൻ്റെ കൈകൊണ്ട് ആ തുമ്പിക്കൈ പിടിച്ച് ഉയർത്തി ഭഗവാൻ ആ ഗജേന്ദ്രനെ ഭഗവാന്റെ സ്പർശത്തോടു കൂടി തന്നെ ആ ഗജേന്ദ്രൻ ഭഗവാന് തുല്യമായിട്ടുള്ള അതേ ചതുർഭുജാകാരനായിട്ടുള്ള സ്വരൂപത്തിലേക്ക് സാരൂപ്യ മുക്തി ആ ഗജേന്ദ്രന് കൊടുത്തത്. ആ ചക്രായുധം കൊണ്ട് മുറിച്ചതായിട്ടുള്ള മുതലയോ ഗന്ധർവനായിട്ട്. സാധാരണ പറയും ഭക്തനാത്ര ആദ്യം മുക്തി കൊടുത്തു, ഭക്തൻ്റെ കാല് പിടിച്ച ആളൊക്കെ മുക്തി കൊടുത്തു. ഇങ്ങനെയാ പറയുക. ഗജേന്ദ്രന് മുക്തി കൊടുക്കുന്നതിന് മുമ്പ് ആ മുതലയ്ക്ക് മുക്തി കിട്ടി. ഇങ്ങനെയാണ് അത്ര സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ. ആദ്യം അവർക്ക് സജ്ജനങ്ങളെ ആശ്രയിച്ചവർക്ക് അത്ര ഭഗവാനും. വൃത്രാസുരനൊക്കെ പറയില്ലേ, എനിക്ക് അങ്ങയുടെ ഭക്തൻ്റെ ദാസനാക്കി തീർത്താൽ മതി എന്നുള്ള പ്രാർത്ഥന. അതിനെങ്കിലുള്ള യോഗം. കാരണം അവരുടെ കൂടെ നടന്നാൽ പിന്നെ പാപം ഉണ്ടാവില്ല. ഈ സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ അതാ പിന്നെ പാപവാസന ഉണ്ടാവില്ല, പാപം ഒന്നും ഉണ്ടാവില്ല. ഇവിടെയും ആ ഗരുഡന് ആ മുതലയ്ക്ക് ഭഗവാൻ ആദ്യം മുക്തി കൊടുത്തു ഗന്ധർവ സ്വരൂപത്തിലാകെ ഹുഹു എന്ന ഗന്ധർവന്. പിന്നീട് ആ ഗജേന്ദ്രനെ പിടിച്ചുയർത്തി രണ്ടു താർക്ഷ്യന്മാരിലേറി രണ്ടു പേരുമോപ്പം അല്ലലന്യേ പരസ്പരം
സല്ലപിച്ചും കൊണ്ട്. അവിടെ മറ്റൊരു താർക്ഷ്യൻ, മറ്റൊരു ഗരുഡൻ വന്നു ചേർന്നു. ഈ ചതുർഭുജാകാരനായിട്ടുള്ള ഗജേന്ദ്രൻ, സാരൂപ്യമുക്തി കിട്ടിയതായിട്ടുള്ള ഗജേന്ദ്രൻ ഭഗവാനോട് കൂടെ വൈകുണ്ഠത്തിലേക്ക് പോയ കഥ. ഏതദ് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേസ്വയം ഭൂയസേ ശ്രേയസേ സ്യാം ഇത്യുക്തൈനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശം. ഈ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ പ്രത്യേകത അതാ പറയുക എപ്പോഴും. സാധാരണ ഫലശ്രുതി, ശിശുബ്രഹ്മർഷിയൊക്കെ ഫലശ്രുതി എല്ലാറ്റിനും പറയാം. ഭാഗവത്തിൽ ഓരോ പ്രകരണം കഴിഞ്ഞാലും ഇത് കേട്ടാൽ ഇന്ന ഫലം എന്നൊക്കെ പറയും. പക്ഷെ ഗജേന്ദ്രമോക്ഷത്തിലോ ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ടാണ് ഫലശ്രുതി പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞാൽ ദദാമി വിമലാമതീം, അവരുടെ ബുദ്ധിയെ ഞാൻ നേരേക്ക് തരാമെന്ന് വെച്ചാലോ മനസ്സും ബുദ്ധിയൊക്കെ ഈ കാലുഷ്യമില്ലാതെ ശുദ്ധമാക്കി തരും. സകല ഐശ്വര്യങ്ങളും ലഭിക്കാൻ പാകത്തിലും ഇത്ര വിശേഷമായിട്ടുള്ള കഥയാണ് ഗജേന്ദ്രമോക്ഷം. അതിൻ്റെ പ്രാധാന്യം എന്താ? ഈ ഭഗവാൻ തന്നെ വന്ന് ഫലശ്രുതി പറഞ്ഞു. ഇങ്ങനെയുള്ള ആ ഭഗവാനെ, ഹേ വിഷ്ണു, എന്നെ എല്ലാവിധത്തിലും രക്ഷിക്കണേ, മാം പാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പട്ടേരിപ്പാട് ആ ഗജേന്ദ്രമോക്ഷം കഥ പറഞ്ഞ് സമർപ്പിച്ചത്. അതിനുശേഷം പിന്നീട് പാലാഴി മഥനം, ആ കൂർമ്മ അവതാര കഥകൾ, പണ്ട് ദുർവാസാവ് മഹർഷിയുടെ ശാപം കിട്ടിയതായിട്ടുള്ള ദേവന്മാർ കഥയൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ. അപ്സരസുകൾ മാല കൊടുത്തതും ദേവേന്ദ്രൻ അത് ദുർവാസാവ് സമർപ്പിച്ചു. ദേവേന്ദ്രൻ അതിനെ കുറച്ച് അലക്ഷ്യമായിട്ട് വെച്ചു. മഹർഷിയുടെ ശാപം കിട്ടി. സകല ഐശ്വര്യങ്ങളും നശിച്ചു പോട്ടെ. കാരണം ഐശ്വര്യം വരുമ്പോഴാണ് നമുക്ക് ഈ നിന്ദ കൂടുക അല്ലേ. എന്തെങ്കിലും ഒരു ഐശ്വര്യം ആയിക്കോട്ടെ. ശ്രീമതം എന്ന് അതിന് പറയും. ഇപ്പം ധനം കൂടിക്കഴിഞ്ഞാൽ കണ്ണ് കാണാണ്ടാവില്ലേ? ചില നേരത്തെങ്കിലും ഒരു കണ്ണ് കാണായ കുറേ ധനം വന്നു കഴിഞ്ഞാലേ എല്ലാവർക്കും ഇല്ല, ചിലവർക്കൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു സ്വഭാവം. ഇങ്ങനെയാണ് അഭിമാനങ്ങൾ നമുക്ക് പലതാണ്. തറവാടിൻ്റെ പേരിൽ നമ്മൾ അഭിമാനിക്കും. അങ്ങനെ പല വിധത്തിലുള്ള അഭിമാനം, ജാതിയുടെ, മതം, ഇങ്ങനെയൊക്കെ കുറേ അഭിമാനങ്ങൾ നമുക്ക് വരണം. ഇതൊക്കെ മതത്തിന് കാരണം. ഇവിടെ ദേവേന്ദ്രനോട് ദുർവാസാവതാ പറഞ്ഞു, നിങ്ങൾക്ക് ശ്രീമത് ആണെന്ന്. കാരണം അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് സകല ഐശ്വര്യത്തിലും ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരിക്കുക ദേവന്മാർ. ആ സമയത്ത് അതൊക്കെ ഉണ്ടായത് മഹർഷി കൊടുത്ത ആ പ്രസാദം അതിനെ ശ്രദ്ധിക്കാതെ അലക്ഷ്യമായിട്ട് ആ ആനയുടെ പുറത്ത് വെച്ചതും ആന ചവിട്ടിപ്പരത്തും ഇതൊക്കെ കണ്ടോടി നിങ്ങളുടെ സകല ഐശ്വര്യവും നശിക്കട്ടെ, മാത്രമല്ല ജരാമരകൾ ബാധിക്കട്ടെ എന്ന് ശപിച്ചു. സാധാരണ ഇവർക്ക് 3 ദശയുള്ളൂ. ത്രിദശന്മാരെന്ന ഈ ദേവന്മാരെ പറയാം. ബാല്യം, പൗഗണ്ഡം, കൗമാരം, 3 അവസ്ഥയുള്ളൂ. നമുക്ക് വാർദ്ധക്യം വരണ്ട് 5 അവസ്ഥകൾ പറയാറുണ്ട്. ദേവന്മാർക്ക് 3 അവസ്ഥയുള്ളൂ. കൗമാരത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രായം തന്നെ കൂടില്ല. അങ്ങനെയുള്ളവരാ. അപ്പോൾ നിങ്ങൾ ജരാനരകൾ ബാധിക്കട്ടെ, ഐശ്വര്യം നഷ്ടപ്പെടട്ടെ. ദുർവാസാവിൻ്റെ ശാപം. ദുർവാസാസുരവനിത അപദ ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയാം നാഗേന്ദ്ര പ്രതിമൃതിദേശാപശക്രം കാക്ഷാന്തിസ്തുതിതരേ ദേവതാംശജാനം. ഈ ഇങ്ങനെയുള്ള ദേവന്മാർക്കൊക്കെ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചില്ല, അവരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ പോയി കണ്ടു. ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ സത്യലോകത്ത് ചെന്നു, ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. ദുർവാസാവ് മഹർഷി മഹാത്മാവായിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ശാപത്തിനൊക്കെ എനിക്കൊന്നും അതിന് പ്രതിവിധി തന്നെ പറഞ്ഞു തരാൻ ശരില്ല. നമുക്ക് പാലാഴി തീരത്ത് ചെല്ലാം, ഭഗവാനോട് ചോദിക്കാം. എല്ലാവരും കൂടി പാലാഴി തീരത്ത് ചെന്നു, ഭഗവാനെ സ്തുതിച്ചു. ഒരുപാട് അതാ പറഞ്ഞേ, ഭഗവാനെ അങ്ങേ എല്ലാവരും കൂടി ഹേ ദേവാ ദിദിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പര്യശാസ്ത്വം. എല്ലാവരും കൂടി ചെന്ന് ഭഗവാനെ സ്തുതിച്ച് ഈ അവലാദിയൊക്കെ ബോധിപ്പിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പാലാഴി മഥനം ചെയ്യൂ. ആ അസുരന്മാരുമായിട്ട് സന്ധി ചെയ്ത് ആ പാലാഴിയിൽ നിന്ന് അമൃത് സേവിച്ചു കഴിഞ്ഞാൽ ജരാനരകളൊക്കെ ഇല്ലാണ്ടായി തീരും. പഴയ പോലെ യൗവനം വീണ്ടും കിട്ടും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ ആ പാലാഴിയിൽ നിന്ന് തിരിച്ചു കിട്ടും. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ഉപദേശിച്ചത്. അതോടുകൂടി ദേവേന്ദ്രൻ പിന്നെ ബലിയുടെ നേതൃത്വത്തിലുള്ള അന്ന് അസുര സൈന്യം, ആ അസുര സൈന്യവുമായിട്ട് സന്ധി ചെയ്തു. പാലാഴി മഥനം ആരംഭിക്കേണ്ട സമയം വാസുകിയെ കടകോലായിട്ടും മന്ദരപർവ്വതത്തിനെ കടകോലായിട്ടും വാസുകിയെ കയറായിട്ടും ഒക്കെയാണ് പാലാഴി കടയണത്.
ഇവിടെ വന്ന് നിന്ന് പാലാഴിയൊക്കെ കടയാൻ തുടങ്ങിയപ്പോഴാ ഭഗവാൻ പറഞ്ഞത്, ദേവന്മാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതെ നിങ്ങൾ ആ പാമ്പിന്റെ വാലൊന്നും പിടിക്കാൻ പോണ്ടാട്ടോ. എന്തേ? അതൊക്കെ വേണച്ചാൽ അസുരന്മാർ പിടിച്ചോട്ടെ, നിങ്ങൾ ദേവന്മാരാ, നന്നായില്ലേ? ഇത് കേട്ടാ പിന്നെ അസുരന്മാർ വെറുതെ ഇരിക്കുവോ? വയം കശ്യപദായ ഞങ്ങളത്ര മോശക്കാരൊന്നല്ല, അമ്മയെ മാറിയിട്ടുള്ളൂ, രണ്ടാളുടെ അച്ഛനൊന്നാ അല്ലേ? കശ്യപന്റെ പത്നിമാരല്ലേ ദിതിയും അതിഥിയും ഒക്കെ? ദിതിയുടെ പുത്രന്മാരാണ് ദൈത്യന്മാർ അസുരന്മാര്, അതിഥിയുടെ പുത്രന്മാര് ആദിത്യന്മാര് ദേവന്മാര്. അച്ഛൻ രണ്ടാളുടെ ഒന്നാ, തറവാടൊക്കെ ഞങ്ങളുടെയൊക്കെ ഒന്നാ. അഹേ പുച്ഛമംഗളം അവരുടനോട് പ്രഖ്യാപിച്ചു, ഈ പാമ്പിന്റെ പൃഷ്ഠം പിടിക്കാൻ ഞങ്ങളുണ്ടാവില്ല. നന്നായില്ലേ? അങ്ങനെയാണെച്ചാൽ നിങ്ങൾ തന്നെ പാലാഴി കടയേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം. ഇവർക്ക് നീച്ചു നിൽക്കാൻ വയ്യാത്തവരാ ദേവന്മാര്, ശാപം കിട്ടിയിട്ട് വന്നവരാ. ഇതൊന്ന് അമൃത് കിട്ടിയിട്ട് വേണം ഇനി ആരോഗ്യം ഉണ്ടാവാൻ. ഭഗവാൻ ഒരു കള്ളത്തരം പ്രയോഗിച്ചാന്ന് ഭട്ടേരിപ്പാടൻ ഉറപ്പായി. അദ്ദേഹം പറഞ്ഞു, വ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരിം. ഭട്ടേരിപ്പാടായിരിക്കണം ഉണ്ണിയോട് പറഞ്ഞു, അന്നതൊരു കള്ളത്തരം കാണിച്ചതല്ലേ അത്? എന്തേ? ഇനി പാലാഴി കടയാൻ തുടങ്ങിയ ഈ വാസുകിയുടെ മുഖത്തുനിന്ന് തീയാ വരിക. അത്ര വിഷമാണ് അതിനെയും. വാസുകിയുടെയൊക്കെ വിഷം, അതിൻ്റെ വിഷം ലോകത്ത് വ്യാപിച്ച് അപകടം ഉണ്ടാവരുത് വെച്ചിട്ടാ മഹാദേവൻ പിടിച്ച് കഴുത്തിൽ ചുറ്റിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ വാസുകിയെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് രണ്ടു പുറത്തുനിന്നും വലിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തീയ അത്ര വരിക. അതിൻ്റെ ഈ അല്ലെങ്കിലേ നിൽക്കാൻ വയ്യാത്ത ദേവന്മാര്, അവർക്ക് ഈ വിഷം കൂടി വന്നാൽ പിന്നെ വല്ലതും പറ്റുമോ? അപ്പോൾ ഭഗവാൻ ഒരു കാരുണ്യം തോന്നിയത് അത്ര ഇവർ പിന്നിൽ നിന്ന. ഇത് ആദ്യം പറഞ്ഞ അസുരന്മാരെ കൂട്ടാക്കില്ല, ഒക്കെ വിപരീതം പറഞ്ഞാലേ ആവില്ലേ. അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ ജാതി, അത് അസുര ജന്മാത്രേ. അങ്ങനെ ചില ആൾക്കാരും കാണാറില്ലേ? അപ്പോൾ ഇവരോട് നിങ്ങൾ ദേവന്മാരൊക്കെ വയ്യ, അവർ വാല് പിടിച്ചോട്ടെ, നിങ്ങൾ തല പിടിച്ചോളയും പറഞ്ഞാൽ ഇവർ ആദ്യം എന്താ പറയുക? ഞങ്ങൾ അപ്പോൾ പിന്നെ ഭഗവാൻ തോന്നി തിരിച്ച് പറയുക ഭേദം. വ്യാജാത്വം ഭുജഗമുഖേ കരോ സുരാരിൻ. അല്ലേ എൻ്റെ ഗുരുവായൂരപ്പ, അങ്ങ് അന്ന് ചെയ്തൊരു കള്ളത്തരം മനസ്സിലായിരുന്നു നല്ലോണം പട്ടേരിപ്പാടിന്. എന്നിട്ട് ഈ ദേവന്മാരെ അപ്പോൾ എന്താ, ഈ അസുരന്മാര് ഞങ്ങൾ തലയെ പിടിക്കുള്ളൂ, ദേവന്മാർ വാല് പിടിച്ചു പാലാഴി മഥന ആരംഭിച്ചു. ഇവർ തിരിച്ചാണ്ടോ തിരിയണു? അതൊന്നും സാധിക്കണില്ല. വെള്ളം അനങ്ങണ പോലുമില്ല. ആ സമയത്ത് ആ ഭഗവാൻ അജിതനായിട്ട് ആവിർഭവിച്ചതും രണ്ട് ഭാഗത്ത് നിന്ന് ആ പാലാഴിയെ അവനവൻ തന്നെ സ്വയം മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നിഭ്രാജദ്വിലുളിതകജസ്രഗ്ധരോ രക്തനേത്രം ജൈത്രൈർദോർഭിർജഗദഭയതൈർദന്തശൂകം ഗൃഹീത്വാ മധ്നൻ മധ്നാം. ഇങ്ങനെ എത്ര ഭഗവാൻ ആ പാലാഴി മഥന സമയത്തുള്ള ഭഗവാന്റെ സ്വരൂപം. നീലമേഘശ്യാമള വർണ്ണമായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ ദേഹത്തുനിന്ന് ഇങ്ങനെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണു. കണ്ണുകളൊക്കെ ഇങ്ങനെ ചുവന്ന് കലങ്ങിയുന്നു അധ്വാനത്തിനും കൊണ്ടേയും. ഇങ്ങനെ ഇട്ടും ഭഗവാൻ അവിടെ ഇങ്ങനെ മേഘചക്രേ വിരേജു. ആ ഭഗവാന്റെ സുന്ദര, അപ്പോഴും ഭഗവാന്റെ രൂപം സുന്ദരാന്നാം ഇങ്ങനെ വേദവ്യാസ മഹർഷി ശിശുബ്രഹ്മ മഹർഷി പറയാം. അവിടെ ആ ഭഗവാൻ പാലാഴി അങ്ങോട്ട് കടഞ്ഞു തുടങ്ങി. ക്ഷുബ്ധാബ്ദ്രൗ ക്ഷുഭിത ജലോദരേ തദാനിം ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ. ഇങ്ങനെ പാലാഴി മഥനത്തുന്ന അതിഗംഭീരമായിട്ടുള്ള ഹാലാഹല വിഷം വന്നു. അത് മഹാദേവനെ പ്രാർത്ഥിച്ചു, മഹാദേവൻ അത് സ്വീകരിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ആ പാലാഴി ഭഗവാൻ കടഞ്ഞു തുടങ്ങിയപ്പോഴോ ആ സമുദ്രത്തിൽ തിമംഗലങ്ങൾ അടക്കമുള്ള വലിയ മൃഗങ്ങൾ, ആ ജലജീവികൾ മുഴുവൻ പരിഭ്രമിച്ച് നാല് പാടും പരക്കം പായാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ. ഈ മന്ദരപർവ്വതത്തിൻ്റെ ഭാരം കൊണ്ട് ഇതങ്ങോട്ട് കുറേശ്ശെ താണു പോകാൻ തുടങ്ങി. ഇങ്ങനെ താണു തുടങ്ങിയപ്പോൾ ആ ദേവേന്ദ്രൻ്റെ പരിഭ്രമായത്, ഇവർ പിടിച്ചാലൊന്നും നിൽക്കണില്ല, തിരിയണ തന്നെ ഇല്ല. ഇപ്പൊ എങ്ങനെയൊക്കെയോ തിരിയുണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട്. ഇപ്പൊ അത് താണുകൊണ്ടിരിക്കണു, വേറെ വഴിയൊന്നുമില്ല. ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷി പ്രാണൈഷി കമഠതനം കഠോരപൃഷ്ഠാം. ആ സന്ദർഭത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചതോടുകൂടി ഭഗവാൻ ലക്ഷയോജന വിസ്താരമുള്ള ഒരു കൂർമ്മസ്വരൂപമായിട്ട് ആ പാലാഴിയുടെ മന്ദരപർവ്വതത്തിൻ്റെ താഴത്ത് വന്ന ആ മന്ദരപർവ്വതത്തിനെ താങ്ങിക്കൊണ്ട് നിർത്തുന്നു. ഭഗവാന്റെ പുറത്ത് ആ മന്ദരപർവ്വതം ഇങ്ങനെ കിടന്ന് തിരിയുമ്പോൾ ഈ കൂർമ്മസ്വരൂപിക്ക് നല്ല സുഖമായി. കിടന്നുറങ്ങി എന്നാ പറഞ്ഞ അവിടെ സൂതൻ. ഇങ്ങനെ പുറത്തൊരാളിങ്ങനെ ചൊറിയുമ്പോഴേ ഇങ്ങനെ ചൊറിഞ്ഞു തന്നാൽ നല്ല സുഖമല്ലേ?
അപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ചൊറിഞ്ഞു തരും, അങ്ങനെ ഉറങ്ങില്ലേ. നിദ്രാലോകമഠ പൃഷ്ഠേ ഭ്രാമ്യത മന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഡൂയന നിദ്രാലോകമഠാകൃതേ ഭഗവത ശ്വാസാനില പാന്തുവ. നിങ്ങളുടെ ശ്വാസഗതി അങ്ങനെയുള്ള കുർമ്മസ്വരൂപി രക്ഷിക്കട്ടെ എന്ന് പറയും ഭാഗവതത്തിൻ്റെ സൂതൻ. എങ്ങനെയുള്ള ഭഗവാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്ന് മന്ദരപർവ്വതം മുതൂത്ത് ഇങ്ങനെ കിടന്ന് തിരിയുമ്പോൾ നല്ല സുഖം അത്രേ. ആ സമയത്ത് പതുക്കെ അങ്ങനെ ഒന്ന് മയങ്ങി കിടക്കുക, അത്രയ്ക്കേ ഉള്ളൂ ഈ ഭഗവാന് മന്ദരപർവ്വതം ഉണ്ടായുള്ളൂ. അങ്ങനെ മന്ദരപർവ്വതം പുറത്ത് കിടന്ന് തിരിയുമ്പോൾ ഇങ്ങനെ ഒരാൾ ചൊറിഞ്ഞ് നിദ്ര കണ്ടൂയന ഗ്രാവാഗ്ര കണ്ടൂയന ചൊറിയുമ്പോൾ അങ്ങനെ ഒരാൾ മാന്തി കൊടുക്കുക, നല്ല സുഖല്ലേ. അപ്പം അങ്ങനെ ഉറങ്ങണ ആ കൂർമ്മസ്വരൂപി ശ്വാസാനില പാന്തുവാ, നിങ്ങളുടെ ശ്വാസഗതികളെ രക്ഷിക്കട്ടെ എന്ന് സൂതം പ്രാർത്ഥിക്കേണ്ട ഒരു ശ്ലോകം കേൾക്കാം. ഏതായാലും ഭഗവാൻ അങ്ങനെ ആ കൂർമ്മസ്വരൂപിയായിട്ട് ആ മന്ദരപർവ്വതത്തിനെ അവിടെ താങ്ങി നിർത്തിയും പിന്നീടാണ് അതിൽ നിന്ന് അതിദിവ്യമായിട്ടുള്ള പല പല വസ്തുക്കളും വന്നു. ആ പാലാഴിയിൽ നിന്ന് അതൊക്കെ ഓരോരുത്തർ സ്വീകരിച്ചു. അതിനുശേഷം സാക്ഷാൽ രമാദേവി ലക്ഷ്മി ദേവി തന്നെ അതിൽ നിന്ന് ആവിർഭവിച്ചു. അമലാമവലോക്യയാം വിലോലം. ആ മഹാലക്ഷ്മി തന്നെ കാണുന്നവർക്കൊക്കെ ആനന്ദമുണ്ടാക്കുന്ന വിധത്തിലുള്ള ആ മഹാലക്ഷ്മിയെ സകല ദേവതാഗണങ്ങളും കൂടി കുളിപ്പിച്ച് അലങ്കരിച്ചു. ദിഗ്ഗജങ്ങളും ദിവ്യമായിട്ടുള്ള മാല്യാദികളൊക്കെ നൽകി. അതിനുശേഷം ആ സ്വയംവരത്തിനായിക്കൊണ്ട് ലക്ഷ്മി ദേവിയെ പറഞ്ഞേക്കണു. ലക്ഷ്മി ദേവിയെ കണ്ടതും എല്ലാവരും മോഹിച്ചു തുടങ്ങി. ലക്ഷ്മിയെ കിട്ടിയാൽ വേണ്ട പറഞ്ഞവരുണ്ടോ? ധനം ആരാ മോഹിക്കാത്ത? ആ സകലരും ദേവന്മാരും അസുരന്മാരും ഒക്കെ ഭ്രമിച്ചുകൊണ്ട് നിന്നു. പക്ഷെ ലക്ഷ്മി നിൽക്കുവോ? ലക്ഷ്മി സ്ഥാവക രാമണീയക ഹൃദയസ്ഥേയം പരേഷ്വസ്ഥിരേ. ഇങ്ങനെ ലക്ഷ്മിക്ക് ചീത്തപ്പേരെന്നെ വന്നത്രേ. എന്ത് ചാപ്പാലയാണെന്ന് ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുവോ? പട്ടേരിപ്പാട് ആദ്യം പറഞ്ഞു ലക്ഷ്മി നിൽക്കാത്ത, ലക്ഷ്മിക്ക് ചീത്തപ്പേര് വന്ന തന്നെ എങ്ങനെ? താവക രാമണീയക ഹൃദയം, അങ്ങയോടുള്ള പ്രേമം കൊണ്ട് ഈ ലക്ഷ്മി എവിടെ പോയാലും അപ്പം തന്നെ പിറ്റേ ദിവസം കിടന്ന് പോരുത്തരല്ലേ. കാശ് കയ്യിൽ വന്നാൽ നിൽക്കുവോ? അതിൻ്റെ മുമ്പേ പോകും. തന്നെ അവസ്ഥ അത്രല്ലേ. പട്ടേരിപ്പാട് പറയാം ലക്ഷ്മി നേരെ ഈ ഭഗവാനുള്ളിടത്തെ ലക്ഷ്മി നിൽക്കുള്ളൂ എന്ന്. അതുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇപ്പം ചീത്തപ്പേരായി ചാപ്പല എന്നുള്ളത്. ഇതൊക്കെ ആണെങ്കിലും ലക്ഷ്മി സഹിച്ചുകൊണ്ടിരിക്കുക അങ്ങുള്ളിടത്ത്. അതാ പറഞ്ഞത് ധനം വേണച്ചാൽ ആരെ ഭജിക്കണ്ടേ? ഭഗവാനെ ഭജിച്ചാൽ മതി. എല്ലാവരും ലക്ഷ്മിയെ ഭജിക്കും. എന്നാൽ ലക്ഷ്മി വന്നാൽ നിൽക്കില്ലേ? ഈ ഭഗവാൻ വന്നാൽ മതി, പിന്നെ ലക്ഷ്മി അവിടെ ഉണ്ടാവും. അപ്പോൾ ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് അതാരും വേണ്ടെന്ന് പറയും അല്ലേ? ലക്ഷ്മി ദേവി മതി. ഇങ്ങനെയൊക്കെയുള്ള ആ മഹാലക്ഷ്മിയെ കണ്ടതും സകലവരും ഭ്രമിച്ച് ആ സ്വയംവരത്തിനൊക്കെ തയ്യാറായി. ലക്ഷ്മിക്ക് ആരെ കണ്ടിട്ടും ബോധിച്ചില്ല. കാരണം പൂർണ്ണമായിട്ട് ഒരാൾ വസ്തുവില്ല. ആ സന്ദർഭത്തിലാണ് ആ പൂർണ്ണ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ കണ്ടത്. ആ ഭഗവാനെ സ്വീകരിച്ചു. പിന്നീട് വീണ്ടും അവിടെ അതിഗംഭീരമായിട്ടുള്ള പാലാഴി മഥനം, അതിൽ നിന്ന് വീണ്ടും ദിവ്യവസ്തുക്കൾ. വാരുണീ ദേവി ആ മധുരാകലശം മദ്യകുംഭവുമായിട്ട് അതിമോഹന വിഭ്രമാതദാനി മദയന്തി ഖലു വാരുണീ നിരാഗത് തമസ പദവി മദാസ്ത്വമേനം അതിസമ്മാനയാ മഹാസുരേഭ്യാം. മോഹിപ്പിക്കുന്ന രീതിയിൽ വന്നു വാരുണീ ദേവി മദ്യകുംഭവുമായിട്ട്. അത് അസുരന്മാർ സ്വീകരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തരുണാംബുദ സുന്ദരസ്തദാത്വം നനുധന്വന്തരിരുദ്ധിതാംബുരാശേം അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശാം. ആ സാക്ഷാൽ ധന്വന്തരി സ്വരൂപനായിട്ട് അമൃത കലശവുമായിട്ട് അങ്ങ് തന്നെ ആവിർഭവിച്ചില്ലേ എൻ്റെ ഗുരുവായൂരപ്പ. അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ സകല രോഗങ്ങളെയും മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ച് ആ ദശകം സമർപ്പിച്ചു. അതിനുശേഷം വീണ്ടും പാലാഴി മഥനത്തിൻ്റെ തന്നെ ആ ധന്വന്തരി മൂർത്തി അങ്ങോട്ട് ആവിർഭവിച്ചു അമൃതകുംഭവുമായിട്ട്. ഇത് കണ്ടതും അസുരന്മാരങ്ങോട്ട് ഓടിച്ചെന്നു. ഭഗവാന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൈ നീട്ടി അസുരൻ എന്ത് കണ്ടാലും ചാടി വീഴുവരെ. വാരുണി ദേവി വന്നപ്പോഴും അവർ ചാടി വീണു, അത് കൊണ്ടുപോയി. അമൃതകുംഭമായിട്ട് ധന്വന്തരി വന്നപ്പോഴും ഇവർ ഓടിച്ചെന്നു. ഭഗവാൻ കൊടുത്തു. ഭഗവാന് പക്ഷഭേദമുണ്ടോ?
ഇല്ല. കൊടുക്കില്ല പറയാൻ പറ്റുമോ? തുല്യായ ആസഹേതവ അല്ലേ, രണ്ടാളും പണിയെടുത്തവരെന്നല്ലേ. ഭഗവാന് ദേവന്മാർ അസുരന്മാർ അങ്ങനെയൊന്നുമില്ല. മുമ്പിൽ ആദ്യം ചെന്നവർക്ക് അത് കൊടുത്തു. ദേവന്മാർ നോക്കിയും കൊണ്ട് നിൽക്കുക. ഇപ്പം എന്താണ്ടായി? അസുരന്മാർ അമൃതമൊക്കെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇവരോട് ചോദിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. ദേവേന്ദ്രൻ ആദ്യം ഭഗവാനെ തന്നെ വിളിച്ചു, ഭഗവാനെ രക്ഷിക്കണേ പ്രാർത്ഥിച്ചു. ഭഗവാൻ അവിടെ സുന്ദരിയായിട്ടുള്ള ആ മോഹിനി രൂപത്തിനെ ധരിച്ചുകൊണ്ട് അസുരന്മാരുടെ ഇടയിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴോ അഹം പൂർവം നത്വം ഇതി. അവിടെ തമ്മിൽ തുടങ്ങി. നല്ലൊരു വസ്തു കിട്ടിയ അപ്പം കഴിഞ്ഞ് തല്ല് തുടങ്ങിയില്ലേ. ഇവിടെ അടിപിടി തുടങ്ങി. അസുരന്മാർ തമ്മിൽ ഞാനാദ്യം എന്നും പറഞ്ഞ് ഈ അമൃതകുംഭം തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുക. ആർക്കും ഇതുവരെ കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഒരാൾ മേടിക്കും, മറ്റൊരാൾ അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ പറഞ്ഞു ആ ദേവന്മാർക്കും കുറേശ്ശെ കൊടുക്കണം, അവരും നമ്മുടെ കൂടെ കഷ്ടപ്പെട്ടതാ. പിന്നെ അയാൾ മിണ്ടിയിട്ടില്ല എന്നാ കേട്ട്. അവർ പറഞ്ഞതേ ഉള്ളൂ ഇത്രേ. ബാക്കി അവനോനെന്നെ ഇവിടെ കിട്ടാനില്ല. അപ്പോഴാണ് വേറുള്ളവർക്ക് വിളിച്ചു കൊടുക്കണതേ. നന്നായില്ലേ? ഇവിടെ ഈ കലഹം നടന്നുകൊണ്ടിരിക്കേണ്ട ഇടയിൽ കൂടെ ആ സുന്ദരിയായിട്ടുള്ള ആ മോഹിനി സ്വരൂപമായിട്ട് ഭഗവാൻ അവരുടെ ഇടയിൽ കൂടെ ഈ സുന്ദരി കണ്ടതോടുകൂടി അമൃതമില്ല, ഒന്നുമില്ല, ഒക്കെ മറന്നു. പിന്നെ കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാം. പിന്നെ ചോദ്യമായി, ആരാ നീയേ, എവിടെന്നാ അല്ലേ? പരിചയപ്പെടാൻ പോയതാ. എന്നിട്ട് പറഞ്ഞു ഈ അമൃതം ഒന്ന് ഞങ്ങൾക്ക് വിഭജിച്ച് തരണം. ഇങ്ങനെ അത്ര അസുരന്മാർ പറഞ്ഞത്. ഈ കുട്ടിയോടുള്ള മോഹം കൊണ്ടേ മോഹിനി പറഞ്ഞു അമൃതമൊക്കെ വിഭജിച്ച് തരാം. അതിൻ്റെ സമ്പ്രദായത്തിൽ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുക വെച്ചാൽ. കാരണം ആദ്യം പറഞ്ഞു വിശ്വാസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ. ഭഗവാൻ പറഞ്ഞു വിട്ടോ, നിങ്ങൾ എന്നെ വിശ്വസിക്കണോ? ഞാൻ ഇതും കൊണ്ടാണ് പോയിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? എന്നെ പരിചയം കൂടി ഇല്ല എവിടെയെങ്കിലും വന്ന് അന്വേഷിക്കാൻ. പിന്നെ ഞാനാണെച്ചാൽ പ്രത്യേകിച്ച് ഒരു നാടും ദേശവും സ്ഥിരമായിട്ടൊരു പേരും ഇതൊന്നും ഇല്ലാത്ത ആളാ. കുലട ആണെച്ചാൽ അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞു. ഒരു ആചാരം ഒന്നുമില്ല. സത്യമല്ലേ? ഭഗവാൻ വല്ല ദേശമുണ്ടോ? കാലദേശാവധിഭ്യാം നിർമുക്തം. ഭഗവാൻ നുണയൊന്നും പറഞ്ഞില്ല. എനിക്ക് പ്രത്യേകിച്ച് ദേശമില്ല. സ്ഥിരമായിട്ടൊരു പേരുണ്ടോ? ഇന്ന് കൃഷ്ണ വിളിച്ചാൽ നാളെ ഗോവിന്ദ വിളിക്കും, മറ്റന്നാൾ നാരായണ, പിന്നെ അല്ലേ? സ്ഥിരമായിട്ടൊരു പേരെന്നല്ല. ഇന്ന ദിക്കിലാണ് ഭഗവാൻ, അത് പറയാൻ പറ്റുമോ? അതുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആചാര സ്വഭാവം ഇത് വല്ലതും ഉണ്ടോ? ഇതൊന്നുമില്ലേ. നിങ്ങളുള്ളവരെ എന്താ നമ്മൾ പറയുക? ഒരാചാരമില്ല, സംസ്കാരം, ഇതൊക്കെ എന്തിനുള്ളൂ? രൂപത്തിനെ ഇതൊക്കെ ഉള്ളൂ. ബ്രഹ്മത്തിന് ഇത് വല്ലതും ഉണ്ടോ? അപ്പം ഭഗവാനും പറഞ്ഞു എനിക്കിതൊന്നും ഇല്ലാത്ത ആളാം. കുലടാസ്മി ദൈത്യാം. എന്നെ കുലടെ ഇങ്ങനെയുള്ള കഥം വിശ്വാസ്യത, എന്നെ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുക? ഇത് കേട്ടപ്പോൾ ഇവർക്ക് നല്ല അങ്ങനെ ഒരാൾ പറയുമോ? മോഷ്ടിക്കാൻ വന്ന ആൾ ഞാൻ മോഷ്ടിക്കാൻ വന്നാൽ പറയുമോ? ഇല്ല. അപ്പം ഇവർക്ക് സമാധാനമായി. ഞങ്ങൾക്ക് കുട്ടിയെ വിശ്വാസ, കുട്ടി വിളമ്പി തന്നാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ ഭഗവാൻ മോഹിനി സ്വരൂപം 2 പന്തിയായിട്ടൊക്കെ ഇരുത്തി കുറേ ഹോമദാനാദികളുണ്ട്, അത് കുറേ ചടങ്ങുകളൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞു എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ, ഞാൻ വിളമ്പിത്തരാം. കണ്ണൊന്നും തുറക്കരുത്, കണ്ണ് തുറന്നാൽ അത് തരില്ലേ? പിന്നെ കണ്ണ് തുറക്കുവോ? ഈ കുട്ടി പിണങ്ങി പോയാൽ കഴിഞ്ഞില്ലേ? അസുരന്മാർ ജന്മത്തെ കണ്ണ് തുറക്കില്ല എന്ന് ഉറപ്പിച്ചു. ഇവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ പാദസ്വരത്തിൻ്റെ ശബ്ദം കേട്ടും കൊണ്ട് അവരിങ്ങനെ കണ്ണടച്ചും കൊണ്ട് മോഹിനിയെ ധ്യാനിച്ചും കൊണ്ട് ഇരിപ്പായി. അമൃതമൊക്കെ മറന്നു. ഈ മോഹിനിയുടെ പാദസ്വരത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ സുന്ദര രൂപം നേരത്തെ കണ്ടതാ, അതെന്നെ ധ്യാനിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ മറന്നു. ഈ നേരത്തോ ഭഗവാൻ ദേവന്മാർക്ക് അമൃതമൊക്കെ വിളമ്പി. എന്നിട്ടോ കണ്ണു തുറന്നപ്പോൾ ഇവിടെ അമൃതവും ഇല്ല, മോഹിനി ഇല്ല, ദേവന്മാർ. ഇതിൻ്റെ ഇടയിൽ ഒരു മിടുക്കൻ പോയിട്ട് ദേവന്മാരുടെ പന്തിയിൽ പോയിട്ടിരുന്നു. അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെയുള്ള സമ്പ്രദായം എവിടെയും കേട്ടിട്ടില്ല. കണ്ണടച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം പറയും, ഇതൊന്നും കേട്ടിട്ടില്ല. ഇത് എന്തോ കള്ളത്തരുണ്ടെന്നാണ് തോന്നിയത്. അദ്ദേഹം പതുക്കെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കി. ഇവിടെ ദേവന്മാർക്ക് മാത്രമേ വിളമ്പണുള്ളൂ. ചാടി കയറി ദേവന്മാരുടെ പന്തിയിൽ പോയിരുന്നു. എവിടെ? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുക്കാ പോയിരുന്നു. ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അല്ലേ? ഒട്ടും വെളിച്ചമില്ലാത്ത സ്ഥലമല്ലേ? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുക്കിരുന്നു. അമൃത വിളമ്പലെടുത്ത് കഴിക്കലും കഴിഞ്ഞു. സൂര്യചന്ദ്രന്മാർ കാണിച്ചു കൊടുത്തു ഭഗവാനോട്, ഇത് അസുരവർഗത്തിൽപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല. ഭഗവാൻ സുദർശന ചക്ര അയച്ചു, കഴുത്തു മുറിച്ചു. പക്ഷെ അപ്പോഴേക്ക് അമൃതം ഉള്ളിലെത്തിയിരുന്നു.
മുട്ടസ് നമ്പൂരി പറഞ്ഞ മാതിരി അടി പുറത്താച്ചാലും തൃമധുരകത്താ പറഞ്ഞ ചായ ഉള്ളിലേക്ക് എത്തി അമൃതപ്പിളയ്ക്ക്. അതുകൊണ്ട് എന്തായി? ജീവൻ പോയില്ല, 2 ഭാഗം. അത് 2 ഗ്രഹങ്ങളായി തീർന്നു. രാഹു കേതു എന്ന് പറയുന്ന ഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടായ കഥയൊക്കെ. പിന്നീട് ആ ഭഗവാൻ ആ അമൃത് മുഴുവൻ ദേവന്മാരൊക്കെ കൊടുത്തു. അതിനുശേഷം അതിഗംഭീരമായിട്ടുള്ള യുദ്ധത്തിനെ കൂടി അവിടെ പറഞ്ഞു വെച്ചു. ദേവാസുര യുദ്ധം, അമൃത് നഷ്ടപ്പെട്ടതായിട്ടുള്ള അസുരന്മാര് ദേവന്മാരുമായിട്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിലാണെങ്കിലോ ശക്രേണ സംയതി ഹതോ ബിബലിർ മഹാത്മാ ശുക്രേണ ജീവിതതനോ ക്രതുവർദ്ധിതോഷ്മ. ഈ ദേവേന്ദ്രൻ വധിക്കണത് അല്ലെങ്കിൽ ദേവന്മാർ വധിക്കണ അസുരന്മാരെയൊക്കെ പിടിച്ചെന്തായി ഒരു സ്ട്രക്ചറിലിട്ട് കൊണ്ടുപോകും. കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് കൂടെ ഇവർ ഓരോരുത്തരുടെ വാളും കുന്തെടുത്തിട്ട് വരും. എന്താ അവിടെ ശുക്രാചാര്യർ, അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ മഹാദേവൻ്റെ നിന്ന് കിട്ടിയതായിട്ടുള്ള വിദ്യ മൃതസഞ്ജീവനി വിദ്യ ഉണ്ട്. ഇതുകൊണ്ട് എല്ലാവരും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ആരും മരിക്കണില്ല, അസുര സൈന്യത്തിൽ ആരും മരിക്കണില്ല, അവരൊക്കെ വീണ്ടും വീണ്ടും വരണു. ഇങ്ങനെ കണ്ടപ്പോൾ ആ ബ്രഹ്മാവിന് തോന്നി ഈ യുദ്ധം അവസാനിക്കില്ല. കാരണം ദേവന്മാരെ അമൃത് സേവിച്ച് ശക്തന്മാരായിട്ടുള്ളവർ, ഇവരെ വധിക്കാനും പറ്റണില്ല. നേരെ അവിടെ നിന്ന് നാരദ മഹർഷിയെ പറഞ്ഞു വെച്ചു മധ്യസ്ഥനായിട്ട്. നാരദൻ പറഞ്ഞു, ദേവേന്ദ്രനോട് പറഞ്ഞു, നിങ്ങൾക്ക് അമൃത് കിട്ടിയില്ലേ, ഇനിയിപ്പോൾ എന്തിനാ യുദ്ധം വേണം, മറ്റുള്ളവർ ഉപദ്രവിക്കണം, അവനവൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ കൂടെ. ദേവേന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് വിരോധമല്ലേ, ഇവർ യുദ്ധം ചെയ്യാൻ വരണോ. അന്ന് അസുര സൈന്യം ബലിയുടെ നേതൃത്വത്തിലുള്ളതാണ്. ആ മഹാബലിയെ ചെന്ന് കണ്ട് നാരദൻ. ബലി എന്ന് പറഞ്ഞാലോ ലോകതത്വ വിചക്ഷണ, മഹാജ്ഞാനിയായിട്ടുള്ള അസുര ആണെങ്കിലും, കാരണം എന്താ, പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ്. ആ വംശത്തിൻ്റെ മഹിമ. പ്രഹ്ലാദൻ്റെ പുത്രനായിട്ടുള്ള വിരോചൻ്റെ പുത്രനാണ് ബലി. അതുകൊണ്ട് തന്നെ ആ ജ്ഞാനം നല്ലോണമുള്ള ആളാണ്. ബലിയോട് പറഞ്ഞു, അങ്ങയ്ക്ക് ജയപരാജയങ്ങളിലൊന്നും ദുഃഖമോ സുഖമോ ഒന്നും ഇല്ലാത്ത ആളല്ലേ, പിന്നെ എന്തിനാ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, യുദ്ധം അവസാനിപ്പിച്ചൂടെ. ബലി യുദ്ധം അവസാനിപ്പിക്കണോ. ഇങ്ങനെയാണ് ആ പാലാഴി മഥനം കഥ പറഞ്ഞ് അവസാനിപ്പിക്കണത്. അതിനുശേഷം ചുരുങ്ങിയ ഒരവസ്ഥയിൽ മഹാദേവൻ ഭഗവാന്റെ മോഹിനി രൂപം കൂടിയും കണ്ട് മോഹിച്ച കഥ അവിടെ പറഞ്ഞു. ആരാമസീമനിച്ച കന്തുകഘാതലീലാലോലായമാന നയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂ. ആ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ആ രൂപം കാണാൻ മഹാദേവനൊരു മോഹം. നാരദൻ്റെ വാക്ക് കേട്ടത് ആ മോഹിനി രൂപം കാണാനായിക്കൊണ്ട് സാക്ഷാൽ മഹാദേവൻ വൈകുണ്ഠത്തിൽ ചെല്ലണതും ഭഗവാൻ ആ സുന്ദര രൂപം ഒരിക്കൽ കൂടി എടുത്തു. ആ മഹാദേവൻ കൂടി ഭഗവാന്റെ ആ മോഹന മായയിൽ മയങ്ങി കുറച്ച് നേരം എന്നാണ്. ആ മോഹിനി എന്നുള്ള രൂപത്തിൻ്റെ പിന്നാലെ മഹാദേവൻ കുറച്ച് ദൂരം ഓടി, ലോകം മുഴുവൻ ഓടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബോധ്യം വരണത്, ഇവിടെ ആരുമില്ല, മോഹിനിയില്ല, ഒന്നുമില്ല. ഭഗവാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത്ര നിൽക്കണത് മഹാദേവനെ. ഭഗവാൻ പറയണ്ട, എന്നെ വിടൂ മഹാദേവ, എന്താ അങ്ങനെ മുറുക്കി പിടിച്ച് നിൽക്കണം. നോക്കുമ്പോൾ മോഹിനിയില്ല, ഒന്നുമില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞു അത്രേ, വെറുതെ അല്ല അങ്ങേ മഹാദേവൻ എന്ന് വിളിക്കണത്, അങ്ങ് ദേവദേവൻ തന്നെയാ. കാരണം സാധാരണ ഒരാൾ എൻ്റെ മായയിൽ പെട്ടാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെടുക പതിവില്ല. അങ്ങക്ക് എൻ്റെ മായയിൽ കുറച്ച് പേരൊക്കെ ഒന്ന് ഭ്രമിച്ചു വെച്ചാൽ അതൊന്ന് പുറത്ത് കിടക്കാൻ സാധിച്ചില്ല. അങ്ങ് മഹാദേവൻ തന്നെയാണ്. ആ മഹാദേവൻ മഹാദേവൻ അടക്കം ഭഗവാന്റെ മായയിൽ മോഹിച്ചതായിട്ടുള്ള ആ ശങ്കരമോഹന കഥ ഭൂയോപി വിദ്രുതവതീം ഉപധാവ്യദേവം വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധം ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവ വാതനികേതനാഥാം. ആ മഹാദേവന്റെ മഹാത്മ്യം പറഞ്ഞു. മഹാദേവനോ പിന്നെ ഓരോ ഉപദേശം തുടങ്ങുമ്പോഴും തൻ്റെ സഭയിൽ ഈ മഹർഷിമാർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഇതാത്രേ പറയുക, നിങ്ങൾ അറിഞ്ഞോ ഞാൻ പെട്ട ഒരു കഥ. നമ്മൾ പറയുമോ, നമുക്ക് അബദ്ധം പറ്റിയത് പറയുമോ? വേറെ ആളുടെ അബദ്ധമല്ലേ നമ്മൾ പറയൂ. മഹാദേവൻ അങ്ങനല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയ കഥ. എന്തിനാ പറയണമെന്ന് വെച്ചാലോ, ഈ ഭഗവാന്റെ മായ ഇത്ര ഭീകരാണ്, എങ്ങനെയാ നമ്മളെ ബാധിക്കുക നിശ്ചയില്ല. എത്ര അറിവുണ്ടായാലും മായന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട്
മായയിൽ പെടാതെ ശ്രദ്ധിച്ചോളൂ എന്ന് ബോധിപ്പിക്കാൻ മഹാദേവൻ ഈ കഥ സ്വയം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും ആ ശങ്കരമോഹനം കഥ കൂടി പറഞ്ഞ അവിടെ പാലാഴി മഥനം കഥ അവിടെ പറഞ്ഞ് സമർപ്പിച്ചു.